നമസ്കാരം. പാർലമെന്റ് അതിക്രമത്തിലൂടെ പ്രതികൾ ശ്രമിച്ചത് അരാജകത്വം സൃഷ്ടിക്കാനെന്ന് ദില്ലി പോലീസ്. കൂടുതൽ പേരെ ഉൾപ്പെടുത്തി പ്രതിഷേധം നടത്താൻ ശ്രമം നടന്നു. കേസിൽ കസ്റ്റഡിയിലുള്ള മഹേഷിനും ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുള്ളതായി പോലീസ് വ്യക്തമാക്കുന്നു. തെളിവെടുപ്പിനായി ലോക്സഭാ അധികൃതരെ സമീപിക്കാനാണ് ദില്ലി പോലീസിന്റെ നീക്കം. കേസിൽ കസ്റ്റഡിയിലുള്ള മഹേഷ് നീലവുമായി നിരന്തരം ആശയവിനിമയം നടത്തിയെന്നാണ് ദില്ലി പോലീസ് പറയുന്നത്. മറ്റൊരു പ്രതി ലളിത് ഫോണുകൾ ഉപേക്ഷിച്ചത് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലാണെന്നാണ് സംശയം. ദില്ലിയിലെ ഒരു ഹോട്ടലിലും പ്രതികൾ താമസിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംഘം മൈസൂരിൽ ഒത്തുകൂടിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഷൂവിൽ അറയുണ്ടാക്കി ഒളിപ്പിച്ചാൽ കണ്ടെത്തില്ല എന്ന പദ്ധതി മനോരഞ്ജന്റേതായിരുന്നു. അമോൾ ഷിൻഡെ മുംബൈയിൽ നിന്ന് 1200 രൂപയ്ക്ക് സ്മോക്ക് ഗൺ വാങ്ങിയെന്നുമാണ് ദില്ലി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം പാർലമെന്റിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ആഞ്ഞടിക്കുമ്പോൾ മറുപടി ഇല്ലാതെ ഉഴറുകയാണ് കേന്ദ്ര സർക്കാരും BJPയും. രാജ്യത്തെ നടുക്കിയ സംഭവത്തിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് വിശദീകരണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥമായിരിക്കെ 3 ദിവസം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭയിലെത്തിയില്ല. അതേസമയം സർക്കാരിന്റെ വിശദീകരണം ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തതും ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ മിണ്ടാതെ പുറത്ത് വിഷയത്തിൽ പ്രതികരിച്ചതും പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധങ്ങളായി. സംഭവത്തിൽ വീഴ്ച പറ്റിയെന്ന് ഒരു സ്വകാര്യ TV ചാനലിൽ അമിത്ഷാ തുറന്നു പറഞ്ഞത് സർക്കാർ പ്രതിരോധത്തിലാണ് എന്നതിന്റെ സൂചനയാണ് എന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിഷേധക്കാർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കേന്ദ്ര നയങ്ങൾക്കെതിരാണെന്ന വ്യാഖ്യാനവും സർക്കാരിന് തലവേദനയാണ്. സഭയുടെ സുരക്ഷാ ചുമതല തനിക്കാണെന്ന് സ്പീക്കറും പണ്ടും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും പാസുകൾ നൽകുന്നതിൽ MP-മാർ ജാഗ്രത പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞതൊഴിച്ചാൽ മറ്റു വിശദീകരണങ്ങളൊന്നും വെള്ളിയാഴ്ച വരെ സർക്കാർ നൽകിയിട്ടില്ല. സഭാ സമ്മേളനം നടക്കുമ്പോൾ പാർലമെന്റിൽ പ്രതികരിക്കാതെ ആഭ്യന്തരമന്ത്രി പുറത്ത് വിഷയം പറഞ്ഞത് ശരിയായില്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വിശദമായ അന്വേഷണം നടത്തി വസ്തുതകൾ ശേഖരിച്ച ശേഷം മാത്രമേ കേന്ദ്ര സർക്കാരിന് വിശദീകരണം നൽകാൻ കഴിയൂ എന്നാണ് BJP കേന്ദ്രങ്ങളുടെ നിലപാട്. 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിളക്കത്തിനിടയിലുണ്ടായ സംഭവം BJPക്കും രാഷ്ട്രീയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ജയിച്ച സംസ്ഥാനങ്ങളിലെ സർക്കാർ രൂപവൽക്കരണം, സത്യപ്രതിജ്ഞ തുടങ്ങിയ നടപടികൾ ഇതിനിടയിൽ മങ്ങിപ്പോയതായും വിലയിരുത്തലുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി നൽകിയ ആഘാതത്തിൽ ക്ഷീണിച്ച കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും സംഭവം കളഞ്ഞുകിട്ടിയ വടിയായി. ഈ മാസം 19-ന് ചേരുന്ന ഇന്ത്യ സഖ്യം യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. അതേസമയം ലോക്സഭയിലെ അതിക്രമത്തെക്കുറിച്ച് ഇരു സഭകളിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകിയില്ലെങ്കിൽ ശീതകാല സമ്മേളനത്തിലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പാർലമെന്റ് പൂർണ്ണമായി സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി തീരുമാനിച്ചു. മുഴുവൻ പ്രതിപക്ഷ MP-മാർക്കും സസ്പെൻഷൻ ലഭിക്കും വിധം ഇരു സഭകളിലും രൂക്ഷ പ്രക്ഷോഭം നടത്തണമെന്ന് ഇന്നലെ ചേർന്ന മുന്നണി യോഗത്തിൽ അഭിപ്രായമുയർന്നു. 22 വരെയാണ് ശീതകാല സമ്മേളനം. മറുപടി പറയാൻ അമിത്ഷായ്ക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനും പ്രതിപക്ഷ കക്ഷികൾ കത്തു നൽകി. പാർലമെന്റിൽ സംസാരിക്കാൻ തയ്യാറാകാത്ത അദ്ദേഹം സ്വകാര്യ വാർത്താ ചാനലിന്റെ ചടങ്ങിൽ കഴിഞ്ഞ ദിവസം അതിക്രമത്തെക്കുറിച്ച് പ്രതികരിച്ചതും പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പാർലമെന്റിൽ പ്രതികരിക്കാത്ത അമിത്ഷായുടെ പ്രവൃത്തി അഹങ്കാരമാണെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്.